ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ പ്രിവ്യൂകളിലേക്ക് കിടക്കാം. ഇന്നൊരു ഡബിൾ ഹെഡറാണ്, അതായത് 2 മാച്ചസ് ഉണ്ട്, മാച്ച് 28 ആൻഡ് മാച്ച് 29. അപ്പോൾ ആദ്യം മാച്ച് 28ലേക്ക് കിടക്കാം. അപ്പോൾ മാച്ച് 28 എന്ന് വെച്ചാൽ കൊൽക്കത്ത വേഴ്സസ് ലക്നൗ ആണ്. കളി നടക്കുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിലാണ്, വിച്ച് ഈസ് എ ബാറ്റിംഗ് പിച്ച്. ഇപ്പോൾ ഒരു മാച്ച് മാത്രമേ അവിടെ ഈ സീസണിൽ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇൻ ദാറ്റ് മാച്ച് 2 ടീമും 200ന്റെ മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബാറ്റിംഗ് ട്രാക്ക് ആൻഡ് എ ഡേ ഗെയിം, സോ ഡ്യൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂവർ ബാറ്റ്സ് ഫസ്റ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ഐ തിങ്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പിച്ച് അല്ലെങ്കിൽ ടോസിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഹൂവർ ബാറ്റ്സ് വെൽ ഗോണ വിൻ. ബോളേഴ്സിനും കാര്യമായ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്തൊരു പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് കമ്പയർ ചെയ്യാം. ഇപ്പം അറിയാമല്ലോ, കൊൽക്കത്തയുടെ എന്ന് വെച്ചാൽ ഹെവി ഹിറ്റേഴ്സാണ് കംപ്ലീറ്റ്. പ്രസറാണെങ്കിലും പ്രസറൊക്കെ നല്ലപോലെ കളിച്ചായിരുന്നു ആ ലാസ്റ്റ് ഇവിടെ കൊൽക്കത്തയിൽ നടന്ന മാച്ചിൽ. അതേപോലെ പക്ഷേ ലക്നൗവിലും ഹിറ്റേഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോൾ നിക്കോളാസ് പൂരൻ ആണെങ്കിലും ഡിക്കോക്ക് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരു ടീം പൊതുവെ കുറച്ചും കൂടി സൂട്ടബിൾ ടു ലോ സ്കോറിങ് ഗെയിംസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ടീംസ് KL രാഹുൽ ആണെങ്കിലും ഇപ്പം ലാസ്റ്റ് മാച്ച് ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ട് സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൊൽക്കത്തയ്ക്കാണ് കുറച്ചും കൂടി പിച്ച് സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡേ ഗെയിമാണ്, ബാറ്റിംഗ് പിച്ചാണ് എന്നുള്ളതുകൊണ്ട്. ബോളിംഗ് ഇപ്പോൾ 2 ടീമിൻ്റെ ബോളേഴ്സിനും നല്ലപോലെ ഹിറ്റിംഗ് കിട്ടാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നല്ലപോലെ ഇപ്പോൾ ലക്നൗവിന് പൊതുവെ അല്ലെങ്കിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇന്ന് കുറച്ചും കൂടി അധികമായിട്ട് കിട്ടാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. കൊൽക്കത്ത ബോളേഴ്സ് ആണെങ്കിലും അതെ, ഇപ്പോൾ സുനിൽ നരീനൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാച്ച് റിസൾട്ട് ഐ തിങ്ക് കൊൽക്കത്ത ഈസ് വിന്നിങ് ഫസ്റ്റ് മാച്ച്. ഇനി സെക്കൻഡ് മാച്ചിലേക്ക് കിടക്കാനാണെങ്കിൽ അത് IPLൻ്റെ എൽ ക്ലാസിക്കോ എന്ന് പറയപ്പെടുന്ന ഒരു റൈവൽറിയുടെയാണ്, മുംബൈ വേഴ്സസ് ചെന്നൈ. അപ്പോൾ മുംബൈ വേഴ്സസ് ചെന്നൈ നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഈ കുറേയൊക്കെ മാർക്കറ്റിംഗ് വഴി ഉണ്ടാക്കുന്നൊരു റൈവൽറിയാണ്. അല്ലാതെ പൊതുവെ എത്രത്തോളം ഫാൻസുകാരൻ ഉണ്ടാക്കും എനിക്കറിയില്ല. എത്രത്തോളം കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ക്ലോസ് എൻകൗണ്ടേഴ്സാണ് ഇവർ തമ്മിലുള്ള മാച്ചസ് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു മാച്ച് എന്തായാലും ഒരു 1 സൈഡ് ഡൊമിനൻസ് ആയിരിക്കും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എനിവേസ് ഇന്നത്തെ മാച്ച് നടക്കുന്നത് വാങ്കഡയിലാണ്, മുംബൈ. അതും ഒരു റണ്ണൊഴുക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പിച്ചാണ്. സോ പക്ഷേ നമുക്ക് ടീംസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൺ പേപ്പർ ഈ വാങ്കഡ പിച്ചിന് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം മുംബൈ തന്നെയാണ്. കാരണം അവരുടെ ബാറ്റിംഗ് കമ്പയർഡ് ടു ചെന്നൈ ലിറ്റിൽ ബിറ്റ് മോർ എക്സ്പ്ലോസീവ് ആണ്. ഓക്കെ, ബട്ട് ഓൺ ഫീൽഡ് അത് എക്സ്പ്ലോസീവ്നെസ് കൺവേർട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അക്കാര്യത്തിൽ ചെന്നൈയാണ് ഇപ്പോൾ ഈ സീസണിൽ സോഫ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബോളേഴ്സിന് കാര്യമായ അഡ്വാൻറ്റേജ് ഇല്ല, എസ്പെഷ്യലി സ്പിന്നേഴ്സിന് കാര്യമായ ഒരു അഡ്വാൻറ്റേജും ഇല്ലാത്ത പിച്ചാണ് വാങ്കഡെ. അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ സ്പിൻ വിൽ നീഡ് ടു അഡ്ജസ്റ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പേഴ്സസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. മുംബൈയുടെ കേസാണെങ്കിൽ ഇപ്പം ജസ്പ്രീത് ബുംറയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു ബോളേഴ്സ് ഇല്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ സ്കോപ്പ്. ആ ഒരു 4 ഓവേഴ്സ് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 ഓവേഴ്സ് റൺ ഫീസ്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെന്നൈയുടെ കേസിലാണെങ്കിൽ പക്ഷേ ബുംറയുടെ ഒരു എക്സ് ഫാക്ടർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സംഹൗ ദേ പ്ലേ ബെറ്റർ കളക്റ്റീവ്ലി, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ടോസ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഹൂവർ ചേസ് ഈസ് ഗോയിങ് ടു വിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗൈൻ ഓൺ പേപ്പർ മുംബൈ ഇസ് എ സ്ട്രോങ് വെൻ കമ്പയർഡ് ടു ചെന്നൈ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ വിന്നിങ് ചെന്നൈ ഈസ് മച്ച് ബെറ്റർ ടു മുംബൈ. സോ ഐ തിങ്ക് ചെന്നൈ ജയിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നു.